നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. കാരണം എൻ്റെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഹസോൻ ഭരിച്ചിരുന്ന കാനാൻ രാജാവ് ആര്? ഉത്തരം യാബീൻ. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിലാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ഹസോൻ ഭരിച്ചിരുന്ന കനാൻ രാജാവ് ആര്? ഉത്തരം യാബീൻ. രണ്ടാമത്തെ ചോദ്യം: കാനാൻ രാജാവായ യാബിൻ്റെ സേനാപതി ആരായിരുന്നു? ഉത്തരം സിസേറ. അത് 4-ാം അധ്യായം 2-ാം വാക്യത്തിലാണുള്ളത്. ചോദ്യം ഒരിക്കൽ കൂടി: കാനാൻ രാജാവായ യാബിൻ്റെ സേനാപതി ആരായിരുന്നു? ഉത്തരം സിസേറ. മൂന്നാമത്തെ ചോദ്യം: ഇസ്രായേൽ ജനത്തെ 20 വർഷം ക്രൂരമായി പീഡിപ്പിച്ച സേനാധിപതി ആരാണ്? ഉത്തരം സിസേറ. അത് 4-ാം അധ്യായം 3-ാം വാക്യത്തിലാണുള്ളത്. ചോദ്യം ഒരിക്കൽ കൂടി: ഇസ്രായേൽ ജനത്തെ 20 വർഷം ക്രൂരമായി പീഡിപ്പിച്ച സേനാധിപതി ആരാണ്? ഉത്തരം സിസേറ. നാലാമത്തെ ചോദ്യം: ലപ്പിദോത്തിന്റെ ഭാര്യ ആരാണ്? ഉത്തരം ദബോറ പ്രവാചിക. അത് 4-ാം അധ്യായം 4-ാം വാക്യത്തിലാണുള്ളത്. ലപ്പിദോത്തിന്റെ ഭാര്യ ആരാണ്? ദബോറ പ്രവാചിക. അടുത്ത 5-ാമത്തെ ചോദ്യം: അബിനോവാമിൻ്റെ മകൻ ആരാണ്? ഉത്തരം ബാറക്ക്. അത് 4-ാം അധ്യായം 6-ാം വാക്യത്തിലാണുള്ളത്. 5-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: അബിനോവാമിൻ്റെ മകൻ ആരാണ്? ഉത്തരം ബാറക്ക്. 6-ാമത്തെ ചോദ്യം: ദബോറ ആരോടൊപ്പമാണ് കേദശിലേക്ക് പോയത്? ഉത്തരം ബാറക്കിനോടുകൂടെ. അത് 4-ാം അധ്യായം 9-ാം വാക്യത്തിലാണുള്ളത്. 6-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ദബോറ ആരോടൊപ്പമാണ് കേദശിലേക്ക് പോയത്? ഉത്തരം ബാറക്കിനോടുകൂടെ. 7-ാമത്തെ ചോദ്യം: ബാറക്കിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം അബിനോവാം. അത് 4-ാം അധ്യായം 12-ാം വാക്യത്തിലാണുള്ളത്. 7-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ബാറക്കിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം അബിനോവാം. 8-ാമത്തെ ചോദ്യം: ഹസോൻ രാജാവായ യാബീൻ ആരുടെ കുടുംബവുമായാണ് സൗഹൃദത്തിലായിരുന്നത്? ഉത്തരം കേന്യനായ ഹേബറിൻ്റെ കുടുംബവുമായി. അത് 4-ാം അധ്യായം 17-ാം വാക്യത്തിലാണുള്ളത്. 8-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ഹസോൻ രാജാവായ യാബീൻ ആരുടെ കുടുംബവുമായാണ് സൗഹൃദത്തിലായിരുന്നത്? ഉത്തരം കേന്യനായ ഹേബറിൻ്റെ. 9-ാമത്തെ ചോദ്യം: ആരാണ് സിസേറയെ കൊന്നത്? ഉത്തരം ഹേബറിൻ്റെ ഭാര്യ ജായേൽ. അത് 4-ാം അധ്യായം 21-ാം വാക്യത്തിലാണുള്ളത്. 9-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ആരാണ് സിസേറയെ കൊന്നത്? ഉത്തരം ഹേബറിൻ്റെ ഭാര്യ ജായേൽ. 10-ാമത്തെ ചോദ്യം: സിസേറ മരിച്ചത് എങ്ങനെ? ഉത്തരം ചെന്നിയിൽ മരയാണി തറച്ച്. അത് 4-ാം അധ്യായം 23-ാം വാക്യത്തിലാണുള്ളത്. 10-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: സിസേറ മരിച്ചത് എങ്ങനെ? ഉത്തരം ചെന്നിയിൽ മരയാണി തറച്ച്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക്